ഹലോ, വെൽക്കം ടു ലേണിംഗ് ഓൺ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റെഫേഴ്സ് ടു. എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹെൽത്തി ബേബി എന്നാണോ? ഫ്രീക്വൻറ്റ് കോയിറ്റസ് എന്നാണോ? ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നാണോ? അത് ലോങ്ങർ ലൈഫ് ടൈം എന്നാണോ? ഓഫ് കോഴ്സ് അതെന്താണ്? ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓപ്ഷൻ സി ആണ്. Reproductive health refers to the proper maintenance of reproductive organs. Reproductive organs in a proper maintenance and ensuring the smooth functioning of the same. ഇതിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ബേബി അതുപോലെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനും ഫങ്ഷൻസിനും മാത്രമല്ല, നമ്മൾ മെൻ്റൽ ഹെൽത്ത് അതുപോലെ ഫിസിക്കൽ ഹെൽത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ഫീറ്റസ്? ഫീറ്റസിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് എന്താണ്? അമിനിയോസെൻറ്റസിസ്, അമിലിയോഡോജനസിസ്, അമ്നിയോണിക് ഫ്ലൂയിഡിക്. നമ്മൾ പറഞ്ഞു അത് അമിനിയോസെൻറ്റസിസ് ആണ്. പിന്നീട് പെൺകുട്ടികളിലേക്ക് കൊല്ലുന്ന ഒരു കണ്ടീഷൻ എത്തിയപ്പോൾ പെൺകുട്ടിയാണെന്നുള്ളത് മനസ്സിലായി, അത് കൊല്ലുന്ന കണ്ടീഷൻ എത്തുന്ന സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു? ഈ ഒരു ടെസ്റ്റ് ബാൻ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദ പാറ്റേൺസ് ഓഫ് ക്രോമസോംസ് ഇൻ ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്രസന്റ് അറൌണ്ട് ദ എംബ്രിയോ അല്ലെ. എംബ്രിയോന് ചുറ്റുമുള്ള, നമുക്കറിയാം എംബ്രിയോ വളരുന്നത് ഒരു വെള്ളത്തിനകത്താണ്. ആ വെള്ളമാണ് ഈ പറയുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ വഴി കുത്തിയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ അറിയുന്നത്. പ്രധാനമായിട്ടും ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ പാടെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യ ബാൻ ചെയ്തത്. ഈ ടെസ്റ്റ് പറയുന്ന പേരാണ് അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇനബിലിറ്റി ടു കൺസീവ് എ ബേബി ഈവൻ ആഫ്റ്റർ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് കാൾഡ്? അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്റർകോഴ്സ്, അതായത് നോർമൽ ഇന്റർകോഴ്സ് ചെയ്തിട്ട് പോലും ബേബി കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നബിലിറ്റി പറയുന്ന പേരെന്താണ്? സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി, ഫെർട്ടിലിറ്റി, റീപ്രൊഡക്റ്റിവിറ്റി. ഓഫ് കോഴ്സ് അതെന്താണ്? ഫെർട്ടിൽ അല്ലാത്തതാണ് അല്ലെ. ഇൻഫെർട്ടിലിറ്റി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇനബിലിറ്റി ഓഫ് എ ഇൻഡിവിജ്വൽ ഓർ എ കപ്പിൾ ടു അച്ചീവ് പ്രഗ്നൻസി ഈവൺ ഇഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് ഈസ് ക്യാരിഡ് ഔട്ട്. പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇന്റർകോഴ്സ് നടത്തിയിട്ടും കുഞ്ഞുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇൻഫെർട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് ഇനബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് റിലീസ് ഗാമീറ്റ്സ്. അതായത് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ റിലീസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പോൾ സ്റ്റെറിലിറ്റി കാരണമാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത്. എന്നിരുന്നാലും എല്ലാ ഇൻഫെർട്ടൈൽ ഇൻഡിവിജ്വൽസും നമുക്ക് സ്റ്റെറൈൽ ആണെന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ STD? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ട്രൈക്കോമോണിയാസിസ്, ക്ലമിഡിയോസിസ്, സിഫിലിസ്, മെഗാകോളൻ. നമ്മൾ പഠിക്കാത്തത് മെഗാകോളൻ. അപ്പോൾ ഓപ്ഷൻ ഡി ആണല്ലേ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ STDs എന്ന് പറയുന്നത് വിച്ച് ഇസ് എ ക്ലാസ് ഓഫ് ഡിസീസ് ആണ്. അത് സെക്ഷൽ കോണ്ടാക്ട് കാരണം അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് കാരണം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ആണ്. ഇന്ന് കരുതി ആ ഡിസീസസ് സെക്ഷൽ ഇന്റർകോഴ്സ് കൊണ്ട് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊക്കെ പറയാൻ പറ്റില്ല. ചില ഡിസീസുകൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ എയ്ഡ്സും എയ്ഡ്സ് ഒന്നും ഒരിക്കലും നമുക്ക് സെക്സ് കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണ്. മെഗാകോളൻ എന്ന് പറയുന്നത് STD അല്ലാതൊരു നെർവസ് ഡിസീസ് ആണ്. What is the mode of transfer of infections for STD? ഈ STDസിൻ്റെ ഇൻഫെക്ഷൻസിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ആരാണ്? അത് ടച്ച് ആണോ, സെക്ഷൽ കോണ്ടാക്ട് ആണോ, എക്സ്ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് ആണോ, ഡ്രിങ്കിങ് അൺഫിറ്റ് വാട്ടർ ആണോ? STD എന്ന് പറയുമ്പോൾ തന്നെ സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ്. അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിക്കാനില്ല. അത് ഓപ്ഷൻ ബി സെക്ഷൽ കോണ്ടാക്ട് ആണ്. STDs are transmitted by a sexual contact. They are not transferred from one person to another person by touch or exchange of clothes. ഇത് ടച്ച് കാരണോ അല്ലെങ്കിൽ ക്ലോത്ത്സ് എക്സ്ചേഞ്ച് ചെയ്ത കാരണോ അല്ലെങ്കിൽ അൺക്ലീൻ ആയിട്ടുള്ള വാട്ടർ കാരണോ അൺക്ലീൻ ആയിട്ടുള്ള ഫുഡ് കാരണോ ഒന്നും ഉണ്ടാകുന്ന ഒന്നല്ല STD. അത് സെക്സ് കോണ്ടാക്ട് കൊണ്ട് മാത്രമാണ്. Which of the following is non-medicated IUDs? Non-medicated IUDs ഇതിൽ ഏതാണ്? നമ്മൾ അതിന് എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു അല്ലേ. ലിപ്സ് ലൂപ്പ് ആണോ, കോപ്പർ 7 ആണോ, മൾട്ടിലോഡ് 375 ആണോ, പ്രൊജസ്ട്രാസേർട്ട് ആണോ? ഏതാണ്? ഓപ്ഷൻ എ ലിപ്സ് ലൂപ്പാണ്. അതൊരു നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. അത് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഇനേർട്ട് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത് നമുക്ക് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാനായിട്ട്
സാധിക്കുന്ന ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു കോപ്പർ അയോൺസ് ഇൻ കോപ്പർ റിലീസിങ് IUDs പ്രിവെന്റ് ഫെർട്ടിലൈസേഷൻ? അതായത് ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് നമ്മൾ വെക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൽ കോപ്പർ ടീ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറയുന്ന കോപ്പറിന്റെ പ്രസൻസ് കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കണം. കോപ്പർ അയോൺസ് അതിന് റിലീസ് ആകുമ്പോൾ. അപ്പോൾ ബൈ റെഡ്യൂസിങ് ദ മോട്ടിലിറ്റി ഓഫ് ദ സ്പേംസിന്റെ മോട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസിന്റെ മോട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ബൈ കോസിങ് ദ ഫീമെയിൽസ് ടു എക്സ്പെൽ ഔട്ട് ദ സ്പേംസ്, ഈ ഫീമെയിൽസിനെ സ്പേംസ് എക്സ്പെൽ ചെയ്യുന്നതിന് കാരണമാവുന്നു. ബൈ കോസിങ് ദ ലൈസിസ് ഓഫ് സ്പേംസ്. ഇതിൽ ഏതാ വരിക? ഈ സ്പേംസ് വരുന്നതിനെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം ചെയ്യുക അല്ലെ. അതിന്റെ മൊബിലിറ്റിനെ ആക്ച്വലി റെഡ്യൂസ് ചെയ്യുക. സ്പേം നേരെ അകത്തേക്ക് വരില്ല, ഓവറായിട്ട് ഒരിക്കലും ഫ്യൂസ് ആവില്ല അല്ലെ. അപ്പോൾ കോപ്പർ റിലീസിങ് IUDs ഇൻക്ലൂഡ് കോപ്പർ 7, കോപ്പർ T, മൾട്ടിലോഡ് 375 ഒക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദിസ് വർക്ക് ബൈ ഡാംപനിങ് ദ മോട്ടിലിറ്റി ഓഫ് ദ സ്പേംസ്. ഈ പറയുന്ന സ്പേംസിന്റെ മൂവ്മെന്റിനെ അതെന്ത് ചെയ്യും? കുറയ്ക്കും. This reduces the ability of sperms to cross the barriers of the uterus. ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പേംസിന്റെ എബിലിറ്റി, അതായത് ഈ ബാരിയേഴ്സിനെ കടന്നു വരാനുള്ള സ്പേംസിന്റെ എബിലിറ്റി കുറയ്ക്കും. അപ്പോൾ ബിഫോർ റീച്ചിങ് ദ ഫെലോപ്പിയൻ ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മൊബിലിറ്റിനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടേക്ക് എത്തില്ലല്ലോ. ആൻഡ് ദിസ് പ്രിവെന്റ്സ് ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. അങ്ങനെ അതെന്ത് ചെയ്യുന്നുണ്ട്? ഫെർട്ടിലൈസേഷനെയും പ്രഗ്നൻസിയെയും അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, what method are used to prevent the meeting of the sperm and an egg by use of a barrier? അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാ? ഈ പറയുന്ന സ്പേമും എഗ്ഗും കൂടെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് ഏത് ബാരിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിക്കാം. നാച്ചുറൽ മെത്തേഡ്സ്, ബാരിയർ മെത്തേഡ്സ്, ഓറൽ മെത്തേഡ്സ്, ഇൻട്രായൂട്രൈൻ മെത്തേഡ്സ്. സംശയം എന്താ? ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാരിയർ മെത്തേഡ് യൂസ് ചെയ്യണമല്ലോ അല്ലേ. ബാരിയർ മെത്തേഡ് എന്ത് ചെയ്യും? വിച്ച് ക്രിയേറ്റ് എ ബാരിയർ ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് മെയിൽ ഫ്ലൂയിഡ്സ്. ഫീമെയിൽ ഫ്ലൂയിഡ്സിനെയും മെയിൽ ഫ്ലൂയിഡ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കില്ല. ഇതുകൊണ്ട് തന്നെ ഇത് ഫിസിക്കൽ ബാരിയറായിട്ട് ആക്ട് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷനെ പ്രിവെന്റ് ചെയ്യിക്കുന്നു. 9th question, diaphragms, cervical caps and bolts are used to cover dash. ഡയഫ്രവും cervical capഉം ബോൾട്ടും ഒക്കെ എന്തിനു വേണ്ടിയിട്ട്, എന്ത് കവർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? പെനിസ് ആണോ, സർവിക്സ് ആണോ, ബ്രസ്റ്റ് ആണോ, സ്ക്രോട്ട് ആണോ? പെനിസും സ്ക്രോട്ടും അല്ല അല്ലെ, അത് മെയിൽസിൻ്റെയാണ്. ഫീമെയിൽസിനാണ് ഈ പറയുന്ന ഡയഫ്രം, സർവിക്കൽ ക്യാപ്പും ബോൾട്ടൊക്കെ യൂസ് ചെയ്യുക. പേരിൽ തന്നെ സർവിക്കൽ എന്ന് കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എന്തെടുക്കാം? ഓപ്ഷൻ ബി സർവിക്സ് എന്ന് നമ്മൾക്ക് എടുക്കാം അല്ലെ. അപ്പോൾ ഡയഫ്രം, ബോൾട്ട്, സർവിക്കൽ ക്യാപ്പൊക്കെ ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന ബാരിയർ മെത്തേഡാണ്. ഇതെന്ത് ചെയ്യും? ഈ പറയുന്ന സർവിക്സിനെ കവർ ചെയ്യാണ് ചെയ്യുക. ഡ്യൂറിങ് കോയിറ്റസ്, ഇന്റർകോഴ്സിന്റെ സമയത്ത് അത് സർവിക്സിനെ കവർ ചെയ്യുക. അങ്ങനെ ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്തിട്ട് പ്രഗ്നൻസി അത് പ്രിവെന്റ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് restriction has been posed by Government of India on the use of MTP. MTP എന്നുള്ള കാര്യം അത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഇടയ്ക്ക് വെച്ച് അത് നിർത്തിയത്? ഓപ്ഷൻ എ, ഇല്ലീഗൽ ഫീമെയിൽ ഫിറ്റ്സ് അല്ലേ. പെൺകുഞ്ഞുങ്ങളെ അത് പെൺകുഞ്ഞാന്ന് അറിയുമ്പോൾ അത് നശിപ്പിച്ച് കളയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ ഹാസ് എ ഹൈ റേറ്റ് ഓഫ് ഇല്ലീഗൽ ഫീമെയിൽ ഫിറ്റ്സേഴ്സ് അല്ലെ. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നൊരു ഇത് നമ്മൾ കേരളത്തിലൊന്നുമില്ല, പക്ഷെ നോർത്തിലൊക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിത്ത് ദ അഡ്വെന്റ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ദിസ് നമ്പർ ഹാസ് ഓൺലി ഇൻക്രീസ്. അപ്പോൾ ഈ പറയുന്ന സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MTP ഫ്രം റിസൾട്ടിങ് ഇൻ ഫീമെയിൽ ഫീറ്റസൈസ് അല്ലേ. അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തത്? ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ബന്ധപ്പെട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ടുള്ളത്. ബാക്കി നമ്മളുടെ ടോപ്പിക് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതിലും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അതെല്ലാം ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻ തന്നെയാണ്. താങ്ക് യു.